ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്. സോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗ്രാജുവലി ക്ലീനിങ് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡും ക്ലീൻ ആവും, നമ്മൾ കാണുന്ന ചുറ്റുമുള്ള എൻവയോൺമെൻറ്റും ക്ലീൻ ആവും കേട്ടോ. സോ ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാട്ടെ. ഞാൻ ടു ഡു ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊന്ന് വന്നിട്ട് ഹൗസ് ഹോൾഡ് വർക്കാട്ടോ. അതായത് രാവിലെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, കിച്ചൺ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അതായത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഇനി നെക്സ്റ്റ് വന്നിട്ട് ബാത്റൂം ക്ലീനിങ് ആണ്. അത് ഞാൻ വൺസ് ഇൻ എ മന്താണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബാത്റൂം എന്ന് പറയുന്നത് റെഗുലറായിട്ട് ക്ലീൻ ചെയ്താലാണ് ഹെൽത്തി ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, അവിടെ നിന്നാണ് മിക്ക അസുഖങ്ങളും വരുന്നത്. പിന്നെ കുറച്ച് വ്ളോഗ് മേക്കിംഗ് പറഞ്ഞിട്ടൊരു ടു ഡു ലിസ്റ്റിൽ ഒരു ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ട് ജസ്റ്റ് ഒരു നോട്ട്ബുക്ക്, അതായത് ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിലിങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ട് പറയുക കേട്ടോ. പിന്നെ നമ്മൾ വാഷിംഗ് ക്ലോത്ത്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കല്ലിൽ അലക്കാമോ, നമ്മൾ എങ്ങനെയാണോ, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ, വാഷിംഗ് മെഷീൻ ആണോ കല്ലാണോ എന്താണോ, അത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ വാഷ് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കുപ്പപ്പുറം പോലെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യില്ലേ. സോ ദാറ്റ് ഡിസ്പോസൽ ഷുഡ് ബി കറക്റ്റ്ലി ഡിസ്പോസ്ഡ്. ഗ്രാമർ ഇസ് ഇൻകറക്റ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഹൗസ് ഹോൾഡ് വർക്ക്, അതായത് ഈവനിങ് ആയി കഴിഞ്ഞാൽ ഒരു ഹൗസ് ഹോൾഡ് വർക്കും കൂടി ഞാൻ ചെയ്യും. അതായത് എങ്ങനെ, വൈകിട്ട് ക്ലീനിങ് ആട്ടോ. വൈകിട്ട് ക്ലീനിങ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ചെടികൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഞാൻ, അതായത് കുട്ടി ഗാർഡനിലോട്ട് അടുത്ത് ഇടയ്ക്കിടയ്ക്ക് മാത്രം പോകാറുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടു ഡു ലിസ്റ്റിൽ വേറൊരു കാര്യം ഡിസൈഡ് ചെയ്ത് വെച്ചത്, നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക. അതായത് എനിക്കത് ഇന്നും പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. അപ്പം അത് മാക്സിമം ആയിട്ട് ഞാൻ ചെയ്തതിൽ കുറച്ച് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ഇത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ആദ്യം ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് ഗ്രാജുവലി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈഫിൽ നമ്മളെല്ലാം നമ്മുടെ ഹാബിറ്റ്സിൽ ഒരു ഗ്രാജുവൽ ഓർഡർ വരും. ഇത് എനിക്കിപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ബ്രഷിംഗ് ദ ടീത്ത് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ടു ഡു ലിസ്റ്റിൽ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറൽ ഹൈജീൻ പറയുന്നത് മസ്റ്റാണ്. അതായത് നമ്മൾ രാവിലെയും വൈകിട്ടും, അതായത് ഞാൻ നോർമലി ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രഷ് ചെയ്യാറുണ്ട്. അപ്പം അത് നമ്മുടെ ഓറൽ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ മൗത്ത് വാഷ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ സ്കിൻ കെയറിൽ വന്നിട്ട് എൻ്റെ കേസിൽ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ട് കൂടുതൽ എനിക്ക് ഉപയോഗിക്കാൻ ഒരു പേടിയാണ്. പിന്നെ റൂം ക്ലീനിങ് നമ്മൾ ഓരോന്നായി ചെയ്യുക. അതായത് റൂം ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ റൂമിനെ ഇപ്പം എസ്തെറ്റിക് ആയിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ നോർമലായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്കെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം, നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ റൂം നീറ്റാക്കി വെക്കേണ്ടത് അതുപോലെ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡീക്ലട്ടർ എന്ന് പറയും, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ആക്കി വെക്കുക. നമ്മളിപ്പോഴും മടി പിടിക്കുന്ന ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഒരു അലമാറ, അതായത് അത് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് അലമാറയിലെ ഡ്രസ്സസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, ഇപ്പം നമുക്ക് എപ്പോഴും നമുക്കറിയാം അത് കുത്തി നിറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് സ്പേസ് സേവിങ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് അറിയില്ല. ബട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അലമാരയിലെ ഡ്രസ്സസ് ഒക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇനി കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഇന്നത്തെ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞേ. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്